തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. കോതമംഗലം നിയോജക മണ്ഡലത്തിന് ചരിത്രത്തിലാദ്യമായി MLA ഫണ്ട് വിനിയോഗിച്ച് വനം വകുപ്പിന്റെ ദ്രുതകർമ്മസേനയ്ക്ക് വാഹനങ്ങൾ നൽകി. കോതമംഗലം നിയോജക മണ്ഡലത്തിന്റെ ചരിത്രത്തിലാദ്യമായി MLA ഫണ്ട് വിനിയോഗിച്ച് വനം വകുപ്പിന്റെ ദ്രുതകർമ്മസേനയ്ക്ക് വാഹനങ്ങൾ നൽകി. വന്യമൃഗശല്യം രൂക്ഷമായ നേര്യമംഗലം, ചെമ്പൻകുഴി, കുട്ടമ്പുഴ, ഉരുളൻതണ്ണി പ്രദേശങ്ങളിൽ വനം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ദ്രുതകർമ്മസേനകൾക്കാണ് MLA ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ച് വാഹനങ്ങൾ നൽകിയത്. MLA ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചെലവഴിച്ച് വാങ്ങിയ 2 മഹേന്ദ്ര ബൊലേറോ ക്യാമ്പർ വാഹനങ്ങളാണ് വനം വകുപ്പിന് നൽകിയത്. ഈ നാടിന് വേണ്ടി ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ഇപ്പോൾ കുറച്ച് രൂക്ഷമാണ്. അടുത്തിടെ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഒരു വലിയ പരിപാടി തിരുവനന്തപുരം നടക്കുകയുണ്ടായി. ദക്ഷിണേന്ത്യയിൽ ഇതായിരുന്നു വിഷയം. മനുഷ്യ വന്യജീവി സംഘർഷം. സുപ്രീം കോടതിയിൽ 5 ജഡ്ജിമാരും ദക്ഷിണേന്ത്യയിലെല്ലാ ചീഫ് ജസ്റ്റിസുമാരും ഉദ്യോഗസ്ഥരും ഒക്കെ ചേരുന്നതാണ്. അത് ഞാനും പങ്കെടുത്തില്ല. അതിൽ മിക്കവാറും ജഡ്ജിമാരുടെ അഭിപ്രായം മനുഷ്യനുള്ള അവകാശം പോലെ മൃഗങ്ങൾക്ക് അവകാശം ഉണ്ടെന്നുള്ളതാണ്. അതാണ് കോടതിയുടെ ഒരു സമീപനം എന്നും കൂടി നമ്മൾ കണ്ടോളണം. കേരളത്തിൽ കുറെ പരിമിതിയുള്ളത്. യഥാർത്ഥത്തിൽ വനം, ഈ വന്യജീവി പ്രശ്നങ്ങളിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമം അത് കൊണ്ടുവരുമ്പോൾ വനം ഒരു സംസ്ഥാന വിഷയമായിരുന്നു. ശരിക്കും നിയമസഭയ്ക്ക് ആ നിയമം കൊണ്ടുവരാൻ അധികാരമുള്ളൂ. എന്നാൽ ഒന്നിലധികം സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടാൽ സംസ്ഥാന വിഷയത്തിൽ ആ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി കേന്ദ്രത്തിന് നിയമം കൊണ്ടുവരാം പാർലമെന്റിൽ. അങ്ങനെയാണ് 70കളിൽ ഈ വന്യജീവി. കോതമംഗലം ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസ് അങ്കണത്തിൽ ആന്റണി ജോൺ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കേരള നിയമ വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് വാഹനങ്ങൾ മൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ സാജു വർഗീസ് IFSന് കൈമാറി. സ്കൂളുകൾ, പാലിയേറ്റീവ് കെയറുകൾ, സാമൂഹ്യക്ഷേമ കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് മാത്രമാണ് MLA ഫണ്ടിൽ നിന്നും വാഹനം അനുവദിക്കാൻ സാധിക്കുക. എന്നാൽ മണ്ഡലത്തിലെ വന്യമൃഗശല്യം തടയുന്നതിനായി MLA സർക്കാരിൽ നിന്നും പ്രത്യേക അനുമതി വാങ്ങിയാണ് ആസ്തി വികസന ഫണ്ടിൽ നിന്നും വാഹനങ്ങൾ വനം വകുപ്പിന് വാങ്ങി നൽകിയതെന്ന് മന്ത്രി P. രാജീവ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വാഹനത്തിൽ ദ്രുതകർമ്മ സേനയ്ക്ക് ആവശ്യമായ മറ്റ് സൗകര്യങ്ങളും ഒരുക്കും. MLAയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് നടക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി കൂട്ടിച്ചേർത്തു. വനം വകുപ്പിലെ മികച്ച സേവനത്തിന് 2024 കേരള മുഖ്യമന്ത്രിയുടെ ഫോറസ്റ്റ് മെഡലിന് അർഹനായ ഇന്ത്യ തൊട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ GG സന്തോഷിനെയും 2025 മികച്ച സേവനത്തിലുള്ള മുഖ്യമന്ത്രിയുടെ ഫോറസ്റ്റ് മെഡലിന് അർഹനായ M. ദിലീപ് കുമാറിനെയും ആന്റണി ജോൺ MLAയ്ക്ക് വേണ്ടി മന്ത്രി P. രാജീവ് ആദരിച്ചു. യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ KK ടോമി, കുട്ടപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ, കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബു പടപ്പറമ്പത്ത്, വൈസ് പ്രസിഡന്റ് സൽമ പരീദ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KK ദാനി, മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA നൌഷാദ്, FIT ചെയർമാൻ R. അനിൽകുമാർ, ബ്ലോക്ക് മെമ്പർമാരായ KK ഗോപി, TN കണ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഹരീഷ് രാജൻ, ബിനീഷ് നാരായണൻ എന്നിവരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരായ കോതമംഗലം ഫ്ലൈയിംഗ് സ്ക്വാഡ് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ S. മണി, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ KF ഷഹനാസ്, സഞ്ജീവ് കുമാർ, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായ GG സന്തോഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.